Hello everyone, once again welcome to Wings Online. നമ്മൾ ഇന്ന് ത്രീ വീൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞ ക്ലാസ് 12 ഈ ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇതൊരു ഇന്റർവ്യൂ ആണ്. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത ആ ഒരു ഇന്റർവ്യൂ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഇർഫാൻ ആലം എന്ന് പറയുന്ന ഒരു ഓണ്ടർപ്രണർ ഉണ്ട്. സ്വന്തമായ ഒരു സംരംഭം തുടങ്ങി വിജയിച്ച ഇർഫാൻ ആലത്തിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക്കലി ഓണ്ടർപ്രണർഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് വരിക. ബേസിക്കലി എന്താണ് ഈ ഒരു ചാപ്റ്റർ പറഞ്ഞു പോകുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചുരുക്കിയാണ് ഇവിടെ പറയുന്നത്, ഈസി ആയിട്ട് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇതിൽ ആക്ച്വലി ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് അദ്ദേഹം നൽകുന്ന ആൻസർ എന്ന് നമുക്കൊന്ന് ശരിക്കും നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ അച്ചീവ്മെന്റ്. വെൻ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ഐഡിയ? അപ്പോൾ ഇദ്ദേഹം അത്രയും വലിയൊരു നിലയിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. അതോടൊപ്പം ചോദിക്കുകയാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ, ഇത്രയും നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായത്, ഇങ്ങനെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആവാനുള്ള അല്ലെങ്കിൽ ഈ ഒരു റിക്ഷോസിൽ ഈ പറയുന്ന ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്ന് മുതലാണ് തോന്നി തുടങ്ങിയത്? എവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ കുറിച്ചത്? അപ്പൊ ആൻസർ എങ്ങനെയാണ് അദ്ദേഹം കൊടുക്കുന്നത്? അറ്റ് ദി ഏജ് ഓഫ് 17, അദ്ദേഹത്തിന് 17 വയസ്സുണ്ടായിരുന്ന സമയത്ത് ദ സ്പീക്കർ കൺസീവ്ഡ് ദി ഐഡിയ വൈൽ ട്രാവലിംഗ് ഇൻ എ റിക്ഷോ. ഈ ഒരു ഐഡിയ അദ്ദേഹത്തിന് വരുന്നത് അദ്ദേഹം ഒരു റിക്ഷോയിൽ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് എന്താണ് പറ്റിയത്? ആൻഡ് ഫീലിംഗ് ടേസ്റ്റി. അദ്ദേഹം 17 വയസ്സുള്ള സമയത്ത് ഓട്ടോയിൽ യാത്ര ചെയ്യുന്നു. ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്താണ് ഭയങ്കരമായിട്ട് ദാഹിച്ചു. വെൻ ദ റിക്ഷോ പുള്ളർ സെഡ് he could not afford to carry water bottles, the speaker realized there was a business opportunity. The next day he provided water bottles to a few rickshaw pullers and shared the profit with them. This simple idea earned him a small profit on the first day and marked the beginning of his entrepreneurial journey. അപ്പോൾ ഇദ്ദേഹത്തിന് 17 വയസ്സുള്ള ഒരു സമയം ഇദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന് കുറച്ച് ദാഹിച്ചു. അപ്പൊ റിക്ഷാപ്പിളോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെള്ളമൊന്നും ഈ പറയുന്ന ഓട്ടോയിൽ വിൽക്കാനുള്ള ഒരു പൈസ ഒന്നും എന്റെ കയ്യിലില്ലാന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ തലയിൽ എന്താ ഉദിച്ചത്? ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, റിക്ഷാപ്പിളേഴ്സിന്റെ അടുത്ത് വാട്ടർ ബോട്ടിൽസ് കൊടുത്തിട്ടുള്ള ഒരു ബിസിനസ് ഒരു നല്ല ഐഡിയ ആണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ റിക്ഷാപ്പിളേഴ്സിന്റെ അടുത്ത് നിന്ന് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ദിവസം തന്നെ എന്താണ് ഇതിൽ നിന്ന് രണ്ട് കൂട്ടർക്കും, അതായത് റിക്ഷാപ്പിളേഴ്സിനും നമ്മുടെ ഇർഫാൻ ആലത്തിനും അതിൽ നിന്ന് ലാഭം കിട്ടി. അങ്ങനെ ആ ഒരു പ്രോഫിറ്റിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം. അങ്ങനെയായിരുന്നു ഈ ഒരു ബിസിനസ് ഐഡിയ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നത്. ആദ്യകാലങ്ങളിൽ എന്തുണ്ടായിരുന്നില്ല, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും റിക്ഷയുടെ അകത്തുണ്ടായിരുന്നില്ല. വെള്ളം വിൽക്കുന്ന സംഭവമൊന്നുമില്ല, റിക്ഷ ജസ്റ്റ് യാത്ര ചെയ്യാൻ മാത്രമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ വെള്ളമില്ലാന്ന് ഒരു റിക്ഷ പുള്ളർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. എന്തുകൊണ്ട് ഓട്ടോ റിക്ഷയിൽ ഈ പറയുന്ന വെള്ളം അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽസ് വിറ്റുകൂടാ എന്നുള്ള ഇദ്ദേഹത്തിന് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് You were very young when you came up with and executed this idea. ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് നിങ്ങൾ കടന്നു വന്നു. അപ്പൊ നിങ്ങൾ വളരെ ചെറുപ്പമായിരുന്നില്ല എന്നാണ് പിന്നീട് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ഐഡിയയുടെ തുടക്കം നമുക്ക് നോക്കാം. The speaker explains that entrepreneurship came naturally to him from a young age. അപ്പൊ അദ്ദേഹം പറയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ബ്ലഡിൽ അലിഞ്ഞ വലിയൊരു സംഭവം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നതാണ്. During the 1992 stock market, he began studying the stock market and successfully helped his father's friends recover their losses. അദ്ദേഹത്തിന്റെ അച്ഛന്റെ സുഹൃത്തുക്കൾക്കും 1992 സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര സ്കാം നടന്നു. അന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും ഫ്രണ്ട്സിനും ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഇവരുടെ പണമൊക്കെ റിക്കവർ ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞു. വിച്ച് ലെറ്റ് ഹിം ടു സ്റ്റാർട്ട് എ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫേം അറ്റ് ദി ഏജ് ഓഫ് 13. വെറും 13 വയസ്സുള്ളപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് വരെ ഇങ്ങനെ ഒരു സംഭവത്തിന് ഇദ്ദേഹത്തിന് തുടങ്ങാനായിട്ട് കഴിഞ്ഞത്. Although his parents later asked him to stop his business activities and focus on studies, his interest in entrepreneurship continued and he kept researching the field throughout his college years while pursuing a master's degree in foreign trade. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു സംഭവത്തിൽ അച്ഛനെയും ഫ്രണ്ട്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്തു, അടിപൊളിയായിട്ടൊക്കെ അത് സോൾവ് ചെയ്തു, എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ പിന്നെയും ഇദ്ദേഹം എന്താണ് ഈ പറഞ്ഞ ബിസിനസ്സിൽ നിൽക്കുന്നുണ്ടാവും. ഫാമിലിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഫാമിലി എന്ത് പറഞ്ഞു? നീ ഇതൊക്കെ ഇപ്പൊ നിർത്തി വെക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന പഠിക്കാനായിട്ട് പോകണം, പോസ്റ്റ് ഗ്രാജുവേഷനും എന്താന്ന് വെച്ചാൽ പഠിക്കാൻ പോകണം. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫോറിൻ ട്രേഡിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പോണ്ടിച്ചേരിയിൽ ചെയ്യാൻ പോയി. അവിടെ വെച്ചാണ് ഇതേ ഫീൽഡ് തന്നെയാണ് വീണ്ടും ഇതേ ബിസിനസ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വയം സംരംഭം എന്തെങ്കിലും ഒരു ഓണ്ടർപ്രണർഷിപ്പ് ചെയ്ത് എംപവർ ആണെന്നുള്ള ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ സ്പാർക്ക് ദാറ്റ് റിവൈവ്ഡ് ദിസ് ഐഡിയ? ഈ ഒരു ഐഡിയ കുറച്ചും കൂടി അങ്ങോട്ട് ഫ്ലറിഷ് ആവാനുള്ള സംഭവം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പറയാണ് ഇൻ 2006 ദ സ്പീക്കർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ
Indian TV show Business Bazigar with a business idea to organize and modernize the rickshaw sector. അപ്പോൾ 2006 ഇന്ത്യൻ ടി വി ഷോ ആയിട്ടുള്ള ഒരു ബിസിനസ് ബാസികർ എന്ന് പറഞ്ഞ ഷോ നടന്ന ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പൊ അതിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബിസിനസ് ഐഡിയ ആയിട്ട് വരുന്ന ഒരാള് അവിടെ വിജയിക്കും. ആ ഒരു ടി വി ആയിരിക്കും അതിനുള്ള തുടങ്ങാനുള്ള ക്യാപിറ്റൽ പൈസ കൊടുക്കുക, എമൗണ്ട് സീറ്റ് മണി കൊടുക്കുകയും ചെയ്യും. അതിൽ നിന്ന് അവർക്ക് ആ ഒരു സംഭവം തുടങ്ങുകയും ചെയ്യാം. അതിന്റെ പാർട്ട്ണർഷിപ്പിൽ ഈ പറഞ്ഞ ടി വി ചാനൽ ഉണ്ടാവാം. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം. He proposed redesigning rickshaws to generate income through advertising and by selling products to passengers. അദ്ദേഹം തുടങ്ങി വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ പറഞ്ഞ ഷോയിൽ പോയി ഈ പറയുന്ന റിക്ഷ ഐഡിയാസ് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ ഐഡിയ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ റിക്ഷ പോലെയല്ല, കുറച്ചും കൂടി അതിന്റെ സ്പേസ് ഒക്കെ ഒന്ന് വലുതാക്കണം. അതിന്റെ ഉള്ളിൽ ഇത് മാത്രം വിറ്റാൽ പോലെ കുറച്ച് പരസ്യങ്ങളൊക്കെ ചെയ്യണം, അതുവഴിയും പൈസ കിട്ടും. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രോഡക്ട്സ് ടു പാസഞ്ചേഴ്സിന് എന്ത് ചെയ്യുക, പ്രോഡക്ട്സും കൊടുക്കാം. ഹിസ് ഇന്നോവേറ്റീവ് ഐഡിയ won the competition, earning the seat money funding of ₹150 lakhs. ഇദ്ദേഹത്തിന്റെ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷോ ഇദ്ദേഹം വിജയിച്ചു. 150 ലക്ഷം സീറ്റ് മണി എമൗണ്ട് ഈ പറയുന്ന റിക്ഷ പോളിസി സമ്മാൻ ഫൗണ്ടേഷൻ തുടങ്ങാനുള്ള ഒരു പൈസ ഇദ്ദേഹത്തിന് അവിടെ നിന്നാണ് കിട്ടുന്നത്. കാരണം ഇദ്ദേഹമായിരുന്നു അതിന്റെ ഒരു വിജയ്. വാസ് സമ്മാൻ സ്റ്റാർട്ടഡ് വിത്ത് ദിസ് സീറ്റ് മണി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഈ പറയുന്ന ബിസിനസ് ബാസിഗറിൽ കിട്ടി 150 ലക്ഷം രൂപ വെച്ചിട്ടാണോ സമ്മാൻ തുടങ്ങിയെന്നാണ് അടുത്ത ചോദ്യം. ദ സ്പീക്കർ സൂൺ റിയലൈസ്ഡ്, സ്പീക്കർ അതായത് നമ്മളുടെ ഇർഫാൻ അലത്തിന് പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായെന്നാണ് പറഞ്ഞത്. അത് വേറൊന്നുമല്ല, ദാറ്റ് സസ്റ്റൈനിങ് ദ റിക്ഷ ബിസിനസ് റിക്വയർഡ് ഏർണിംഗ് ദ ലോയൽറ്റി ഓഫ് റിക്ഷ പുള്ളേഴ്സ്. റിക്ഷ ബിസിനസ് അല്ലെങ്കിൽ റിക്ഷ പുള്ളേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ബിസിനസ് നല്ല രീതിക്ക് വിശ്വാസത്തോട് നടന്നു പോകണമെങ്കിൽ എന്ത് വേണം, റിക്ഷ പുള്ളേഴ്സിന്റെ വിശ്വാസത ഇദ്ദേഹത്തിന് നേടിയെടുത്തേ പറ്റുള്ളൂ. വെറുതെ ഒന്നാല് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ റിക്ഷ പുള്ളേഴ്സും കൂടി ഇദ്ദേഹത്തിനെ വിശ്വസിക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണം. ഈ പ്ലാൻ ടു സപ്പോർട്ട് ദം ബൈ പ്രൊവൈഡിംഗ് ഇൻഷുറൻസ്, ഐഡന്റിറ്റി കാർഡ്സ്, യൂണിഫോംസ് ആൻഡ് വാണ്ടഡ് ടു റൺ ദ വെഞ്ചർ ആസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് തീരുമാനിച്ചു, ഈ പറഞ്ഞ റിക്ഷ പുള്ളേഴ്സിനെ ഇൻഷുറൻസ് നേടി കൊടുക്കണം, ഐഡന്റിറ്റി കാർഡ്സ് കൊടുക്കണം, യൂണിഫോംസ് കൊടുക്കണം. അതേപോലെ തന്നെ എന്താണ്, നല്ല രീതിയിൽ ഇതൊക്കെ മുൻപോട്ട് പോകണമെങ്കിൽ അവരെയും കൂടി നല്ലൊരു പ്രോഫിറ്റ് കൊടുക്കാനുള്ള സംഭവമായിട്ട് മാറണം. പക്ഷേ ഇതൊന്നും എന്താണ് നമ്മുടെ ടി വിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുദ്ദേശിക്കുന്ന രീതി ഇതേപോലെ ഒന്നും ആയിരുന്നില്ല. അവർക്ക് കുറച്ചുകൂടി അവർക്ക് പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അല്ലാണ്ട് റിക്ഷ പുള്ളേഴ്സ് നന്നാക്കണം എന്നുള്ളൊരു ചിന്താഗതിയൊന്നും ആ പറയുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ആസ് ദ ടി വി ഓർഗനൈസേഷൻ ഡിഡ് നോട്ട് എഗ്രി വിത്ത് ദിസ് മോഡൽ, ഹി ചോസ് ടു റിഫ്യൂസ് ദ സീറ്റ് ക്യാപിറ്റൽ. ഈ അദ്ദേഹത്തിന്റെ ഐഡിയ, ഇദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊന്നും ടി വിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ ആ ചാനലിൽ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹം ആ ഒരു സീറ്റ് മണി വേണ്ടാന്ന് വെച്ച് അവിടെ പോന്നു. When did this turn into a true social venture? അതിനുശേഷം ഇത് എപ്പോഴാണ് ഒരു സോഷ്യൽ വെഞ്ചർ ആയിട്ട് മാറിയതെന്നാണ് അടുത്ത ചോദ്യം. As the speaker learned more about the hardships of rickshaw pullers, the venture became a social mission. Most pullers in India rent rickshaws and earn very little, keeping them in poverty. അപ്പൊ പറയാണ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലായത്. അതായത് സ്പീക്കർ ലേൺ മോർ അബൌട്ട് ദി ഹാർഡ്ഷിപ്സ് ഓഫ് റിക്ഷ പുള്ളേഴ്സിന്റെ കൂടുതൽ വിഷമങ്ങളും സങ്കടങ്ങളും ഇദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് തോന്നി, ഇതൊരു നല്ലൊരു സോഷ്യൽ മിഷൻ ആയിട്ട് കൊണ്ടുപോകണം. കാരണം ഇവരെ ഒരുപാട് രക്ഷപ്പെടുത്താനുണ്ട്. മോസ്റ്റ് പുള്ളേഴ്സ് ഇൻ ഇന്ത്യ റെന്റ് റിക്ഷാസ് ആൻഡ് ഏൺ വെരി ലിറ്റിൽ, കീപ്പിംഗ് ദം ഇൻ പോവർട്ടി. ഒട്ടുമിക്ക ഈ പറയുന്ന ഇന്ത്യയിൽ റിക്ഷാസ് ഓടിക്കുന്ന, ഓട്ടോസ് ഓടിക്കുന്ന ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ മിക്കവരുടെ എന്തല്ല, സ്വന്തം വണ്ടിയല്ല, മിക്കവരും എന്താണ് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ പറയുന്നത് ഓടിക്കുന്നത്. ആ വാടക കാശും കൊടുക്കണം, ബാക്കി എന്താണ് ഈ പറയുന്നത് അവരുടെ ആ ഒരു കുടുംബം ദാരിദ്ര്യത്തിലാവുകയാണ് ചെയ്യുന്നത്. അത്ര വലിയ എമൗണ്ട് ഒന്നും ഈ ആൾക്കാർ കിട്ടുന്നില്ല. ടു എംപവർ ദം, അവരെ കുറച്ചും കൂടി ശാക്തീകരിക്കാൻ വേണ്ടി ആൻഡ് ഇൻക്രീസ് ദർ ഇൻകം, അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയും ദ സ്പീക്കർ ഫൗണ്ടഡ് സമ്മാൻ ഇൻ 2007 വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹിസ് friends and family, believing that business can succeed by serving people at the bottom of the pyramid. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സിന്റെയും ഫാമിലിന്റെയും സഹായത്തോടു കൂടിയാണ് 2007 സമ്മാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അദ്ദേഹത്തിന് ആ സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ് വിജയിക്കണമെങ്കിലും അതിന്റെ താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാരെ എംപവർ ചെയ്താലേ അത് വിജയിക്കുകയുള്ളൂ. അവരെ കൂടി ഹെൽപ്പ് ചെയ്ത് അവരെ കൂടി പൊക്കിക്കൊണ്ടുവരാൻ നോക്കിയാൽ അവരുടെ ബിസിനസ്സിന് ഒരു നല്ല വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള സംഭവം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. അങ്ങനെ തന്നെയാണ് അദ്ദേഹം തുടങ്ങിയത്. അല്ലാണ്ട് റിക്ഷ പുള്ളേഴ്സിനെ വേണ്ടാന്ന് വെച്ചിട്ടല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതെ നല്ലൊരു ഇതിലേക്ക് പോകാം, അദ്ദേഹത്തിന് മാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുള്ള സംഭവത്തിൽ നമ്മുടെ ഇർഫാൻ അലത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. Can you describe the operation model of സമ്മാൻ? അത് കഴിഞ്ഞിട്ട് ചോദിക്കാണ്, സമ്മാന്റെ ഓപ്പറേഷൻ മോഡൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാന്ന് ചോദിക്കണം. ഏത് രീതിയിലാണ് സമ്മാൻ വർക്ക് ചെയ്യുന്നത്? സമ്മാൻ സപ്പോർട്ട് റിക്ഷ പുള്ളേഴ്സ് ബൈ വെരിഫൈയിങ് ആൻഡ് training them in etiquette and traffic rules, helping them secure bank loans to own rickshaws and acting as guarantor. അപ്പോൾ എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ റിക്ഷ പുള്ളേഴ്സിനും ഒരു വെരിഫിക്കേഷൻ പ്രോസസ് വഴി അവർ എങ്ങനെയുള്ള ആൾക്കാരെന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ജോലി കൊടുക്കുക. ഒരു ട്രെയിനിങ് ഉണ്ടാവും, ഏതൊക്കെ രീതിയിലാണ് ട്രാഫിക് റൂൾസ് പാലിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് പാസഞ്ചേഴ്സിനോട് പെരുമാറേണ്ടത്
അങ്ങനെയുള്ള എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ് റൂൾസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഹെൽപ്പിംഗ് ദം സെക്യൂർ ബാങ്ക് ലോൺസ്, ഈ പറയുന്ന ഓട്ടോസ് ഒക്കെ മേടിക്കാനുള്ള ബാങ്ക് ലോൺസ് ഒക്കെ മേടിക്കാനുള്ള സഹായം കൊടുക്കും. അതേപോലെ തന്നെ ഗ്യാരണ്ടിയും കൊടുക്കും. ഈ പറയുന്ന ഇവരുടെ ഗ്യാരണ്ടി നിന്നോളാം ബാങ്ക് ഈ പറയുന്ന ലോൺ കൊടുത്തു എന്നുള്ള ഒരു സംഭവം കൊടുക്കും. നേരിട്ടൊരു ഇതിൽ ഇൻവോൾവ് ആവുന്നില്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് സമ്മാൻ ഫൗണ്ടേഷൻ ഓരോ ഓട്ടോറിക്ഷ ഓണേഴ്സിനെയും ഗ്യാരണ്ടി ആയിട്ട് ബാങ്കിൽ നിൽക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു റിക്ഷ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ്, അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല, അവർക്ക് പറഞ്ഞ റെന്റ് കൊടുക്കേണ്ട ആവശ്യം ഒഴിവാക്കാം. ദ ഓർഗനൈസേഷൻ ഓൾസോ പ്രൊവൈഡ്സ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ID കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, യൂണിഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നു, എംപവറിംഗ് പുള്ളേഴ്സ് ആൻഡ് മേക്കിംഗ് ദം മെമ്പേഴ്സ് ഓഫ് സമ്മാൻ ഫാമിലി. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഓരോ റിക്ഷ പുള്ളേഴ്സിനെയും ഇവിടെ എന്ത് ചെയ്യുന്നത്, എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. How does Samman help increase the revenues of the rickshaw pullers? How does Samman itself get its revenues? അപ്പൊ അതിനുശേഷം ചോദിക്കാണ്, എങ്ങനെയാണ് ഇത് ഈ പറഞ്ഞ how does എങ്ങനെയാണ് സമ്മാൻ ഹെൽപ്പ് ഇൻക്രീസ് ഇൻ ദ റവന്യൂസ് ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ്? റിക്ഷ പുള്ളേഴ്സിന് കിട്ടുന്ന പൈസയിലുള്ള ഒരു ഇൻക്രീസ് എങ്ങനെയാണ് ഉണ്ടാവുക? റിക്ഷ പുള്ളേഴ്സിന് പണ്ട് കിട്ടുന്ന പൈസ തന്നെയാണോ കിട്ടുന്നത്? അതിലെങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന പൈസ കൂടുന്നത്? ഹൗ ഡസ് സമ്മാൻ ഇറ്റ്സെൽഫ് ഗെറ്റ് ഇറ്റ്സ് റവന്യൂസ്? ഈ പറഞ്ഞ സമ്മാൻ തന്നെ ഏത് രീതിയിലാണ് പൈസ കൊടുക്കുന്നത്? കാരണം എന്താണ്, ഇവർ എവിടെന്നെങ്കിലായിരിക്കും ഈ പറയുന്ന വാട്ടർ ബോട്ടിൽസ് മേടിക്കുക, അത് പിന്നെ ഇവർ അങ്ങോട്ടും കൊണ്ട് റിക്ഷ പുള്ളേഴ്സിന് കൊടുക്കുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മൊത്തം വിറ്റ് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോഫിറ്റ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. Samman rickshaws generate income through advertisements and product sales. അപ്പൊ എവിടെ നിന്നാണ് ബേസിക്കലി ഇവർക്ക് കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ പരസ്യം ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സാധനങ്ങൾ ഇതിൽ വിൽക്കുന്നുണ്ട്. വിത്ത് പ്രോഫിറ്റ് ഷെയർഡ് ബിറ്റ്വീൻ സമ്മാൻ ആൻഡ് ദ റിക്ഷ പുള്ളേഴ്സ്. ഇതിൽ കിട്ടുന്ന ഒരു ലാഭം റിക്ഷ പുള്ളറിനും സമ്മാൻ ഫൗണ്ടേഷനുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പോകുന്നത്. വൈൽ പാസഞ്ചർ ഏർണിംഗ്സ് റിമൈനിങ് എൻറ്റർലി വിത്ത് ദ പുള്ളേഴ്സ്. പക്ഷെ യാത്ര ചെയ്യുന്ന പൈസ മൊത്തം നമ്മുടെ റിക്ഷ പുള്ളേഴ്സിന് മാത്രമുള്ളതാണ്, അതിൽ സമ്മാൻ ഫൗണ്ടേഷൻ ഇല്ല. ദിസ് മോഡൽ ഹാസ് ഇൻക്രീസ് ദെയർ ഇൻകം ബൈ 30 to 40%. ഈ ഒരു സംഭവം വഴി അവരുടെ ഇൻകം, അവരുടെ വരുമാനം 30 തൊട്ട് 40% വരെ കൂടി. ആൻഡ് ഗിവൺ ദം ഡിഗ്നിറ്റി, എംപവർമെന്റ് ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്. അതേപോലെ തന്നെ അവർ ഡിഗ്നിറ്റിയും അവർക്ക് അവർ സ്വയമേ അവർക്ക് എംപവർ ആവുന്ന ഒരു വിശ്വാസം കൂടി അതിൽ നിന്ന് കിട്ടി. ദ ഓർഗനൈസേഷൻ ഓൾസോ സപ്പോർട്ട് ഫാമിലീസ് ത്രൂ ഫ്രീ എഡ്യൂക്കേഷൻ വഴി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുക, അവരുടെ ഭാര്യമാർക്ക് ക്ലാസ്സുകൾ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളും ഇവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓപ്പറേറ്റ് സസ്റ്റെയിൻ ഏർണിംഗ് പ്രോഫിറ്റ് വൈൽ ക്രിയേറ്റിംഗ് സോഷ്യൽ ഇമ്പാക്ട്. നല്ലൊരു സോഷ്യൽ ഇമ്പാക്റ്റും കൂടി ഇവർക്ക് ഇതുവഴി നൽകാനായിട്ട് കഴിഞ്ഞു. Does someone get directly involved in മൈക്രോ ഫിനാൻസിങ്? അപ്പോൾ ഈ പറയുന്ന റിക്ഷ പുള്ളേഴ്സിന് എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞു, റിക്ഷ പുള്ളേഴ്സിന് സപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞില്ല. അപ്പൊ അത് ഡയറക്ട്ലി ഈ പറയുന്ന സമ്മാൻ ഫൗണ്ടേഷൻ നേരിട്ട് എന്നിട്ടാണോ ലോൺ എടുക്കുന്നത് എന്നാണ് അടുത്തായിട്ട് ചോദിക്കുന്നത്. അത് അങ്ങനെയല്ല, സമ്മാൻ ഡസ് നോട്ട് ഡയറക്ട്ലി പ്രൊവൈഡ് മൈക്രോ ഫിനാൻസ്. നേരിട്ട് ഇവർക്ക് ഈ പറയുന്ന പലിശക്ക് നേരിട്ട് സമ്മാൻ ഫൗണ്ടേഷൻ അല്ല കൊടുക്കുന്നത്. ബട്ട് ഹെൽപ്സ് റിക്ഷ പുള്ളേഴ്സ് സെക്യൂർ ബാങ്ക് ലോൺസ് ഒക്കെ വേറൊരു സഹായമില്ല റിക്ഷ പുള്ളേഴ്സിന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ഗ്യാരണ്ടി ആയിട്ട് ഇവർ നിൽക്കുകയാണ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് long-term rent, pullers pay loan installments and eventually become owners of their own rickshaws. അപ്പോ ഇടക്കിടക്ക് ഏത് നേരവും ഈ പറയുന്ന വെല്ലോരുടെ ഓട്ടോ മേടിച്ച് അതില് ഈ പറയുന്ന എന്താണ് അത് വാടക എടുത്ത് ആ വാടക കാശ് ലോങ് ടേം ആയിട്ട് കൊടുക്കുന്നേക്കാൾ നല്ലത് പതുക്കെ എന്താണ് ഈ പറയുന്ന ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ അടച്ചു തീർത്താൽ അവരുടെ സ്വന്തം റിക്ഷ തന്നെയായിട്ട് ഓരോ റിക്ഷാസിന് മാറാൻ പറ്റും. ആരും സൈക്കിൾ റിക്ഷാസ് ഡൈയിങ് ബ്രീഡ്. അതിനുശേഷം ചോദിക്കുകയാണ്, ഈ പറഞ്ഞ സൈക്കിൾ റിക്ഷ എന്നുള്ള സംഭവം ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുകയാണോ? അതിന്റെ ഒരു ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അടുത്തായിട്ട് ചോദിക്കുന്നത്. റിക്ഷാസ് ആർ ഇൻക്രീസിംഗ്ലി പോപ്പുലർ. പറയാണ് ഇപ്പോഴും അത് ഇൻക്രീസിംഗ്ലി പോപ്പുലർ ആണ്. ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓവറായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റിക്ഷാസ്, പർട്ടിക്കുലർലി ഫോർ മെട്രോ കമ്മ്യൂണിറ്റീസ്. ബേസിക്കലി ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന മെട്രോ സിറ്റീസിലാണ് ഈ ഒരു സംഭവം ഏറ്റവും കൂടുതലാവുന്നത്. ആൻഡ് ആർ കൺസിഡേർഡ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവം കൂടിയായിട്ട് ഇതിനെ കാണുന്നു. കുറച്ചുകൂടി പൊല്യൂഷൻ കുറഞ്ഞു കിട്ടാനായിട്ട് ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താൽ അത്രയും പൊല്യൂഷൻ കുറഞ്ഞു കിട്ടും. സമ്മാൻ ഈസ് ഇന്നോവേറ്റിംഗ് വിത്ത് സോളാർ പവേർഡ് ആൻഡ് ഫൈബർ ഗ്ലാസ് റിക്ഷാസ്. അവർ യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവം സോളാർ പവേഴ്സ് ഉണ്ട്, ഫൈബർ ഗ്ലാസ് ഒക്കെയാണ് റിക്ഷാസിൽ യൂസ് ചെയ്യുക. ത്രൂ ഇറ്റ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എഫേർട്സ്. അവരുടെ ആ ഒരു സംഭവമൊക്കെ വഴി ഇതൊക്കെയാണ് ബേസിക്കലി ഇവർ ചോദിക്കുന്നത്. What were your experiences at the Presidential and Entrepreneurship Summit at the United States? US വെച്ചിട്ടുള്ള ഇവരുടെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് സമ്മിറ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനാണ് പറയുന്നത്. The speaker met Nobel laureate Mohammad Yunus, who invited her to Bangladesh. Who invited him to Bangladesh to help establish a similar organization for rickshaw workers. ഹിമ്മാണ് അവിടെ തെറ്റിപ്പോഴാണ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ പറയുന്ന നൊബേൽ ലോറിയേറ്റ് ആയിട്ടുള്ള മുഹമ്മദ് യൂനസ്, ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസിനെ ആര് കാണാനിടയായി? നമ്മുടെ ഇർഫാൻ അലത്തിന് ഈ പറഞ്ഞ സമ്മിറ്റിൽ വെച്ച് കാണാനിടയായി. അത് മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തു, ബംഗ്ലാദേശിലേക്കും ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ഇതേപോലുള്ള ഒരു ഓർഗനൈസേഷൻ ബംഗ്ലാദേശിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ക്ഷണിച്ചു. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു സ്റ്റുഡൻസ് ഓൺ ഓണ്ടർപ്രണർഷിപ്പ്? ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടന്നു വരുന്ന സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആൻഡ് ഓണ്ടർപ്രണർ
ഐഡന്റിഫൈസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വർക്ക്സ് ടു ടേൺ ദം ഇൻടു വെഞ്ചേഴ്സ്. ഒരു ഓണ്ടർപ്രണർ, അതായത് ഒരു സ്വയം സംരംഭം തുടങ്ങുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ എപ്പോഴും ഉപയോഗിക്കാനായിട്ടും അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടും ഈ ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കും എന്നാണ് പറഞ്ഞത്. ആൻഡ് വർക്ക്സ് ടു ടേൺ ദം ഇൻടു വെഞ്ചേഴ്സ്. ആ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും, അതൊരു വെഞ്ചറായിട്ട്, അതൊരു പുതിയ സംരംഭമായിട്ട് തുടങ്ങാനുള്ള കഴിവും അവർക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഡെസ്പൈറ്റ് ഡിസ്കറേജ്മെന്റ് യൂത്ത് ഷുഡ് കൺസിഡർ ഓണ്ടർപ്രണർഷിപ്പ് ആസ് എ കരിയർ. പലരും പല സംഭവങ്ങൾ പറയും, അതിലൊക്കെ ഒന്ന് പോകണ്ട, ബിസിനസ് ഒക്കെ ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും യൂത്ത് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടന്നു വരണം, എങ്കിലേ നമ്മുടെ നാട്ടിൽ എന്ത് ഉണ്ടാവുള്ളൂ? ഈ പറയുന്ന തൊഴിലുകൾ ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആസ് എ കരിയർ ടു അഡ്രസ് അൺഎംപ്ലോയ്മെന്റ്. ഈ പറയുന്ന തൊഴിലില്ലായ്മ ഇല്ലാതാവണമെങ്കിൽ ഓരോ ആൾക്കാരും ഓണ്ടർപ്രണർഷിപ്പ് ആയിട്ട് കടന്നു വരിക തന്നെ വേണം. ബാലൻസിങ് ഡ്രീംസ് വിത്ത് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് സക്സസ്. ഉറപ്പായിട്ടും എന്താണ്, കുറച്ച് ലോസ് ഒക്കെ ഉറപ്പായിട്ടും ഏതൊരു ബിസിനസ്സിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സംരംഭത്തിലേക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് കടന്നു കഴിഞ്ഞാൽ ഏതൊരു സ്വയം സംരംഭവും നമുക്ക് വിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇർഫാൻ ആലം ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന ആ ഒരു മെസ്സേജ്. അപ്പോൾ ബേസിക്കലി ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇവർ പറഞ്ഞു വെക്കുന്ന ഇന്റർവ്യൂ ക്വസ്റ്റൻസും അതിന്റെ ആൻസേഴ്സും. ബേസിക്കലി അദ്ദേഹം എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, ഏതൊക്കെ ബുദ്ധിമുട്ടുള്ള അദ്ദേഹത്തിന് ഇതുവഴി ഉണ്ടായിരുന്നു, അതൊക്കെ ഓവർകം ചെയ്ത് ഇപ്പോൾ അദ്ദേഹം എവിടെ വരെ എത്തി, നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്നാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് പറയാം. അപ്പോൾ നമുക്ക് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിന് രീതി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇൻഡെപ്ത് ക്വസ്റ്റൻ പാരാഫ്രൈസുകൾ ചോദിക്കാം. അതേപോലെ തന്നെ എന്തുണ്ടാവും? ബേസിക്കലി പറഞ്ഞ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ട പോലെ തന്നെ ജോബ് ആപ്ലിക്കേഷൻ ഇതിൽ നിന്ന് ചോദിക്കും. ബേസിക്കലി ഇത്രയാണ് ഇതിലുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.